ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് എന്താ അറിയോ? കുറുന്തോട്ടിയേറ്റ് കഞ്ഞി ഉണ്ടാക്കാൻ പോവാണ്. അതിന് കുറുന്തോട്ടി പറിച്ചാൻ വേണ്ടിയിട്ട് തൊടുക്ക് കയറിയെന്നാണ് നേരത്തെ. കുറുന്തോട്ടിൻ്റെ വേര് താഴ്വേരായതുകൊണ്ട് ഭയങ്കര ഇടങ്ങാറാണ് പറിച്ചെടുക്കാൻ. അതുകൊണ്ടാണ് കൈക്കോട്ട് ഉപയോഗിച്ചിട്ട് കൊത്തി കളിച്ചെടുക്കുന്നത്. കുറേ കാലം ഇമ്മ പറഞ്ഞ് കുറുന്തോട്ടിയേറ്റ് കഞ്ഞി വെച്ചാൽ നല്ല രസം ഉണ്ടാവുമെന്ന്. അപ്പോൾ രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഞാൻ തൊടുക്ക് ഇറങ്ങി. കാണുന്ന കുറുന്തോട്ടി എല്ലാം കൊത്തി കളിച്ചെടുക്കൽ തുടങ്ങി. പിന്നെ പറയണ്ടല്ലോ, തൊടു ആകെ പൊന്ത പിടിച്ച് കിടക്കുന്നതുകൊണ്ട് പിന്നെ ഭയങ്കര ഇടങ്ങാറായ ഒരു കുറുന്തോട്ടി തൈ കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഈ കുറുന്തോട്ടിയിട്ട് താളി ഉണ്ടാക്കൂട്ടോ. പിന്നെ മേലേക്ക് കയറി വെക്കപ്പോഴാണ് വേറെ ഒന്ന് കണ്ടത്, അയക്കും വലുതൊന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, അതിന് ചുറ്റും മണ്ണാണ് മാന്തി. മണ്ണ് മാന്തി എടുത്ത് തായ്വേര് പറിച്ചെടുത്ത് ഞാൻ. രമണ്ട സാധനമാണത്. പിന്നെ അതും മാന്തിനെടുത്തുകാണ്ട് ഞാൻ അതൊക്കെ ഒന്ന് കുടഞ്ഞ് റെഡിയാക്കി. ഇത് കണ്ടപ്പോൾ പിന്നെ വേറെ പറിച്ചാനൊന്നും പോയില്ല. ഇതന്നെ ഉണ്ടാവും ഒരു വക കഞ്ഞി ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ അതിനെടുത്തു. സാധാരണ നമ്മൾ കുറുന്തോട്ടി എടുക്കൽ ഒന്നല്ലെങ്കിൽ താളി ഉണ്ടാക്കാനാണ്. കഞ്ഞി വെക്കണ കാര്യം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഉമ്മ പറഞ്ഞുകൊണ്ട് കൂടി ഞാൻ എന്നാ രണ്ടും കൽപ്പിച്ച് കഞ്ഞി വെച്ച് നോക്കാലോന്ന് കരുതി കുറുന്തോട്ടി എല്ലാം തൊടുന്നെല്ലാം പറിച്ചു കൊടുന്ന്. അയ്യോ, എന്താ രസമല്ല കാണാൻ. നോക്കി, ഞമ്മക്ക് ഇവിടെ വേണ്ടത് കുറുന്തോട്ടിൻ്റെ വേര് മാത്രാട്ടോ, മേലേക്കുള്ള ഭാഗം വേണ്ട. അപ്പം നമ്മളിഞ്ഞ് കുറുന്തോട്ടിന്ന് ഈ വേര് മാത്രം വേറെ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. എങ്കിൽ ഉണക്കി പൊടിച്ച് കാണ്ട് താളി ആക്കിയിട്ട് ഉപയോഗിക്കാം. തൊടുവിലാണെങ്കിൽ ഈച്ചക്ക് അലുവക്കണ്ടം കിട്ടിയ പോലെ കൊതൊന്നാകെ കിടന്ന് ഇന്ന പൊതിയാണ്. വേര് നല്ല ഉറപ്പായതുകൊണ്ട് കത്തിയോണ്ട് മുറിച്ചാൽ എങ്ങനെയാലും ഇത് മുറിയാൻ പോണില്ല. അതുകൊണ്ട് മടാളോണ്ട് തന്നെ ഞാൻ വെട്ടി മുറിച്ചെടുത്ത്. ഈ സാധനം ചില്ലറ സാധനം ഒന്നുമല്ല കേട്ടോ, നല്ല ഉറപ്പാണ്. ഈ വെട്ടിയ വേരുണ്ടല്ലോ, ഇതുമെന്നുള്ളതാണ് കേട്ടോ. നോക്കി അതിന്റെ വലിപ്പം. ഇനി ഇതുമെന്ന് ഇതിന്റെ തൊലി എടുക്കണം. തൊലി എടുക്കണതിന്റെ മുന്നേ നമുക്ക് ആദ്യേ ഇത് നന്നായി കഴുകണം. പറ്റിപ്പിടിച്ചിരിക്കണ മണ്ണ് നമുക്ക് ഇതൊന്നും കഴുകി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് പിന്നെ കഞ്ഞി പിടിച്ചുമ്പോൾ മണ്ണും ചായ പിടിച്ചു. നമുക്ക് അതിനടിക്കാണ്ട് ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്ത് വെള്ളത്തിൽ ആണ്ട് ഈണ്ടൊക്കെ ഇട്ടുകാണ്ട് നന്നായിട്ട് ഞെക്കിക്കാണ്ട് അതിമത്തെ മണ്ണെല്ലാം നന്നായിട്ട് കളയണം. കഴുകിയിട്ടും വലിയ വെളുപ്പൊന്നും മോനക്ക് മേത്ത് കിട്ടണില്ല. എന്നാലും പൊട്ടിയില്ല. നമ്മളൊന്നും കൂടി കഴുകി നോക്കി. ഉള്ള വെളുപ്പം കൊണ്ട് ഉള്ള വെളുപ്പ് മോനെ കണ്ട് നമ്മളെടുത്തു. കണ്ടിട്ട് ഏകദേശം ചളി പോയ മട്ട കണ്ട്. പിന്നെ ഓനെ ഒന്നും കൂടി ഒന്നും വേണമെങ്കിൽ വെള്ളത്തിലിട്ട് കാണ്ട് കഴുകി എടുക്കുക. ബാക്കി രണ്ടാളും കൂടി ഉണ്ടല്ലോ, ഓരപ്പം ഒന്നും കൂടി കഴുകിക്കാണ്ട് ഓനെ നമ്മളോട് മാറ്റി വെച്ച് വെളുപ്പിച്ചെടുത്ത മുത്തിനെ നമ്മൾ പാത്രത്തേക്കാണ് മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കി പരിപാടികളാണ്. മുറുക്ക് പോലത്തെ ശരീരത്തിൽ നിന്ന് തൊലി ഓരോന്നായി ഉരിഞ്ഞെടുക്കാണ്ട്. ഞമ്മക്ക് വേണ്ട എന്താ, തൊലി മാത്രമേ ഉള്ളൂ. അകക്കമ്പ് ഇതുമ്പോൾ പെടാതെ നോക്കിയാൽ മതി. വിരലും വേരും തമ്മിൽ മസിൽ പിടുത്തം നടത്തുക. വിടൂലെന്ന് തന്നെ വേര്. പൊന്നാറിന്റെ വേരെ ഇക്കാന്റെ തൊലി മാത്രം മതി, അന്നമാണെന്നില്ല. ആളിച്ചിരി ദേഷ്യക്കാരനാ, കണ്ടില്ലേ. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. ആയുധമുറകൾ തന്നെയാണ് ഇനിയിപ്പോ ഇവിടെ നടക്കുള്ളൂ. അതുകൊണ്ട് ഒരു ആയുധം കൊടുത്ത് അവനെ കണ്ട് നമ്മൾ ഓനോട് കീഴടക്കി. നമ്മളോട് അവന്റെ കളി. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇത് മുറിച്ചെടുത്തിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് ആദ്യം ചെറിയ നീളത്തിൽ ആദ്യം കട്ട് ചെയ്യണം. അതിന് എല്ലാ വേരുമെന്ന് എടുത്ത തൊലി വേറെ മാറ്റി വെക്കണം. എടുത്ത തൊലിയിൽ അകക്കാമ്പ് പെട്ടിക്കണോ ഇല്ലേ നോക്കണം. അത് അകക്കാമ്പ് പെട്ട് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾക്ക് കഞ്ഞിയിൽ വേണ്ടത് ഈ കുറുന്തോട്ടി വേരിൻ്റെ തൊലി മാത്രമേ ഉള്ളൂ. തൊലി ഉരിഞ്ഞ് ഫുള്ളെടുത്ത് കഴിഞ്ഞപ്പോൾ ഓനെ കാണാൻ ഇപ്പോഴാണ് മൊഞ്ചി. ഓൻ്റെ മൊഞ്ചി പറഞ്ഞപ്പോൾ ബാക്കിയുള്ളവർക്ക് എന്നോട് അസൂയായി. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ മൊഞ്ചി കൂടി ബാക്കിയുള്ളവർ കണ്ടോട്ടെ വെച്ചിട്ട് ഓരും ഞാനിത് ക്ഷണിച്ച്. അപ്പം പിന്നെ ചെയ്തത് ഇത് നീളത്തിൽ ചെറുതാക്കി മുറിച്ചിട്ട് അതിൻ്റെ കട്ടി കുറച്ചു എല്ലാതും അതേപോലെ മുറിച്ചെടുത്ത്. എന്നിട്ട് ഇതൊക്കെ കൂടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് കണ്ട് അതിൽ മുക്കി വെക്കുക. കുറച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് മുറിച്ചാൻ കുറച്ചും കൂടി ഈസി ആയിട്ട് പറ്റും. തൊലി സോഫ്റ്റ് ആയിക്കണം നോക്കാൻ വേണ്ടിയിട്ട് അതെടുത്ത് ഒന്നെടുത്ത് കാണ്ട് ഒന്നിങ്ങനെ ഞൗണ്ടി വെക്കുക. ഞൗണ്ടി വെക്കി കഴിഞ്ഞാൽ ചെറിയ സോഫ്റ്റ്നെസ് ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, കട്ട് ചെയ്തോളി ഓനെ.
ആയുധം എടുത്തുകാണ്ട് പിന്നെ അങ്കത്തട്ടക്ക് ഇറങ്ങിയ പോലെയാണ് എൻ്റെ അവസ്ഥ. ഇപ്പൊ പിന്നെ വളരെ ഈസി ആയിട്ട് മൂപ്പരെ കട്ട് ചെയ്ത് കളയാൻ പറ്റുന്നുണ്ട്. ഇനി കുനകുനായിട്ടും മുറിക്കാൻ പെട്ടെന്ന് പറ്റും. ഈ കുറുന്തോട്ടി കഞ്ഞിക്ക് വേണ്ടിയിട്ട് കാത്തിക്കണ വേറെ കുറച്ച് കൂട്ടുകാരും കൂടി ഉണ്ട്. ഇവരൊന്നും മുറിഞ്ഞു കിട്ടണ്ടേ. ഒരാട് കുറെ നേരമായി കാത്തിക്കണ്. വലിച്ചിട്ടും കീറിയിട്ടും മാണ്ടിയില്ല. ഒരു വിധത്തിൽ ഞാൻ ആ ദൗത്യം തീർത്ത്. അള്ളാ, കഴിച്ചിലായി. ഇനിയിപ്പോ അങ്ങോട്ട് എൻ്റെ കൂടെ ഇവർ രണ്ടാളും കൂടി ഉണ്ടാവും. ഇനി ഇവരെ രണ്ടാളും കൂടി സേസാക്കി എടുക്കണം. ചെറുള്ളി ഇഞ്ചി രണ്ടാള് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റണം. ചെറുള്ളി നമുക്ക് തൂമിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പറ്റുന്ന വിധത്തില് ചെറിയ വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. ഇനിയിപ്പോ ഇവരെ കൂട്ടത്തേക്ക് പുതിയ ഒരാളെ കടന്നേരവുണ്ട്. കണ്ടില്ലേ? അയ്യവാ, ഇനി ഓനെ ഞമ്മക്കൊന്ന് ചിരകി സെറ്റാക്കി എടുക്കാണ്ട്. ഇവര് 4 ആള് കൂടാതെ വേറൊരാളും കൂടി കടന്നു തരാം കേട്ടോ. മൂപ്പരാണ് മെയിന്. മൂപ്പരാണ് ചെറിയരി. മൂപ്പരങ്ങൾ കേൾക്കുമ്പോ 2 or 3 തവണ കഴുകി കളയണം. അത്രത്തോളം മണ്ണ് മൂപ്പര മേത്തുണ്ടാവും. ഇനി ഇതിക്ക് പുതിയ 2 ആളും കൂടി കടന്നു വരുന്നുണ്ട് കേട്ടോ. ഇത് ചെറുജീരകം, ഇത് മല്ലി, കുറുന്തോട്ടി വേര് കുനുകുനായി അരിഞ്ഞത്, പിന്നെ ഉള്ളത് ചെറുള്ളി, ഇഞ്ചി, തേങ്ങ. ഇനി ഇതെല്ലാം കൂടി മിക്സാക്കിയിട്ട് നമ്മളിത് അരച്ചെടുക്കണം കേട്ടോ. അതിന് നമ്മളിതെല്ലാം കൂടി ഇത് മിക്സിയിലേക്ക് ഇടണ്. പിന്നെ ഇതിലേക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് മൂടി നിൽക്കുന്ന വിധത്തിൽ 2 ഗ്ലാസ് വെള്ളം ഇതിൽ ഒഴിക്കുക. അരച്ചെടുത്തിട്ട് അടിപൊളിയാക്കി വെക്കണം കേട്ടോ. ഇനി ഇതെടുത്തുകൊണ്ട് നമ്മൾ കഞ്ഞി നമ്മൾ ആദ്യം തന്നെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വന്നാൽ നമ്മൾ ഇത് അയക്ക് കൂട്ടണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഇതാ നോക്കി എന്താണല്ലേ. അപ്പോൾ ഇത്രയും സോഫ്റ്റ് ആവണം കേട്ടോ. ഇത് നമ്മൾ കഞ്ഞിക്ക് ഒഴിക്കുകയാണ്. അതിന് മുന്നേ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ മുകൾക്ക് ഇതാ നമ്മൾ അരച്ച് വെച്ചത് അതിലേക്ക് ചേർക്കാം കേട്ടോ. അത് നന്നായി ഇളക്കി കൊടുക്കണം. മഞ്ഞൾപ്പൊടി അതിൽ മിക്സാക്കി നന്നായി ഇളക്കണം കേട്ടോ. ഇളക്കിയിട്ട് ഒരു മഞ്ഞ രൂപത്തിൽ ഇത് പായി മാറി നല്ല ഒരു രസമുണ്ടല്ലേ. ഇതിപ്പോൾ ഞാനൊരു ഗ്ലാസ് കൂടി വെള്ളം ഒഴിച്ച്, അത് കുറച്ച് കട്ടി കൂടുതലായതുകൊണ്ടാണ് ഒരു ഗ്ലാസ് കൂടി വെള്ളം ഞാൻ ഒഴിച്ചത്. ഒന്ന് ലൂസായി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു തരി ഉപ്പ് കൂടി ഇടണം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് മാത്രം ഉപ്പിട്ടാൽ മതി. കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാവും. നോക്കി. ഇനി ചെറുള്ളിയും വേപ്പിൻ്റെ ഇലയും തൂമിച്ച് കാണ്ട് നമ്മൾ ഇതിലേക്ക് ആഡാക്കാണ്. അതിന് നമ്മൾ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു. ചെറുള്ളിയും വേപ്പിൻ്റെ ഇലയും നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് തൂമിച്ചെടുക്കണം കേട്ടോ. ഒരു ചുമന്ന നിറായി വരുമ്പോൾ നമ്മളത് മാങ്ങി വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് അത് മിക്സാക്കണം. നമ്മളെ കഞ്ഞിക്ക് മിക്സാക്കിയിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നിങ്ങൾ ഇതുപോലെ വ്യത്യസ്തമായ ഫുഡ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഇത് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തരണേ, മറക്കല്ലേ. നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് കമൻറ്റ് രേഖപ്പെടുത്തുക.